സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഡിഫെൻഡിങ് നിലവിലെ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് എല്ലാവരും പേടിക്കുന്ന ഒരു സംഭവമാണ്. ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻഡിങ് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത്. കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ടീമുകൾക്കെതിരെ നേരിടുമ്പോൾ നമ്മൾ ഡിഫൻസ് ഷെയ്ക്ക് ആവും എന്നുള്ളതും, അവിടുത്തെ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി, അവരുടെ പെർഫോമൻസ് ആൻഡ് നിലവിലെ ടാക്ടിക്കൽ സെറ്റപ്പിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻഡിങ് എല്ലാം കുറച്ചധികം നമുക്കൊരു കൺസേൺ ആയിട്ട് വരുന്നുണ്ട്. അലക്സാണ്ടർ കോയ്ഫ് ബ്ലാസ്റ്റേഴ്സിനൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ അത് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 4-4-2 വേഴ്സസ് 4-3-3 അറ്റാക്കിനെ പറ്റി സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ 4-3-3 ഡിഫെൻഡിങ്ങിനെ പറ്റിയാണ്. അത് 4-4-2 ആയിട്ട് നമ്മുടെ കഴിഞ്ഞ ഫ്ലാറ്റ് 4-4-2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന കുറച്ചധികം ചേഞ്ചസും വരാൻ സാധ്യതയുള്ള കുറച്ചധികം പ്രശ്നങ്ങളെ പറ്റി നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സോ ഡിഫെൻഡിങ് അല്ലെങ്കിൽ ഫുട്ബോളിൽ ഈ പ്രതിരോധം എന്നുള്ളതിനെ നമുക്ക് 3 പാർട്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ആ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻഡിങ്, അതായത് ഓപ്പണിംഗ് ടീം ബിൽഡപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിലുള്ള ടീമിന്റെ സ്ട്രക്ചർ, അവിടെ വരുന്ന ഡിഫൻസീവ് മെത്തേഡ്സ് ആണ്. ഈ ശരിക്കും ഡിഫെൻഡിങ് എന്ന് പറയുമ്പോൾ ഡിഫൻഡേഴ്സ് സെൻറ്റർ ബാക്കിനും ഫുൾ ബാക്കിനും മാത്രമല്ല ആ ഒരു ഡിഫൻസീവ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിൽ നമ്മുടെ സ്ട്രൈക്കർ, വിങ്ങർ, അറ്റാക്കിംഗ് പ്ലേയേഴ്സിനാണ് ആ ഡിഫെൻഡ് ചെയ്യേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്തമുള്ളത്. ഇവരെ കടന്നിട്ടായിരിക്കും ആ ഒരു സെക്കൻഡ് ലൈനിലേക്കും പിന്നീട് തേർഡ് ലൈനിലേക്കും ആ ഒരു പന്ത് ഓപ്പൺ ടീമിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. സോ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ്. അവിടെ വെച്ച് തന്നെ നമുക്ക് പന്ത് ഇന്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫൻസീവ്ലി ടീം ഒരുപാട് ടെസ്റ്റ് ചെയ്യപ്പെടില്ല. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ ആണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ അറ്റാക്കിലേക്ക് പന്ത് കൊണ്ടുപോകുന്നു, അത് ഓപ്പൺ ടീം റിക്കവർ ചെയ്തിട്ട് അവർ തിരിച്ച് നമ്മുടെ അറ്റാക്കിലേക്ക് വരുന്നു. അതൊരു ട്രാൻസിഷൻ ഫേസ് ആണ്, ഡിഫൻസീവ് ട്രാൻസിഷൻ. ആ ഒരു സമയത്തും കുറച്ച് ഡിഫറൻ്റ് ആയുള്ള ഡിഫൻസീവ് സ്ട്രക്ചർ ആയിരിക്കും ഒരു ടീമിനുണ്ടാവുക. മൂന്നാമത്തേന്ന് പറയുന്നത് ഡിഫൻസീവ് തേർഡിൽ വരുന്ന ഡിഫെൻഡിങ് ആണ്. അതായത് ഓപ്പൺ ടീം ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും കടന്ന് നമ്മുടെ ഹാഫിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു, അവിടെ വെച്ച് അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ വരുന്ന നമ്മുടെ ടീമിന്റെ ഡിഫൻസീവ് സ്ട്രക്ചർ, ടീമിന്റെ പോസിനിങ്, പ്ലേയേഴ്സിന്റെ പോസിനിങ്, അവിടെ വരുന്ന ഡിഫൻസീവ് മെത്തേഡ്സ്, ഈ 3 കാറ്റഗറീസ് അല്ലെങ്കിൽ ഈ 3 പാർട്ടിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അതിൽ ഈ 3 പാർട്ട് വെച്ച് നോക്കുമ്പോൾ 4-4-2 ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ 4-4-2 കളിക്കുമ്പോൾ, നമ്മുടെ പഴയ ഫോർമേഷൻ കളിക്കുമ്പോൾ അവിടെ ഒരു ഷിഫ്റ്റിങ്ങിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. മറ്റ് ഫോർമേഷൻസ് നോക്കുകയാണെങ്കിൽ 4-3-3 ആണെങ്കിലും 4-2-3-1 ആണെങ്കിലും ഇനി 3CBS കളിക്കുന്ന 3-5-2, 3-4-3 ഈ ഫോർമേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിലും ഈ ഫോർമേഷൻസിനൊക്കെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു ഫോർമേഷനും ഡിഫെൻഡ് ചെയ്യുമ്പോൾ മറ്റൊരു ഫോർമേഷൻ ആയിരിക്കും. ഒരു ഫോർമേഷൻ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ 3-5-2 ഒക്കെ ആണെങ്കിൽ അത് ഷിഫ്റ്റായി 5-3-2 ആവാം. 3-4-3യിലും ഈ പറഞ്ഞ പോലെ ഷിഫ്റ്റായി 5 men ഡിഫൻസ് വരാം. 4-3-3യിലും 4-2-3-1ലും ഈ തരത്തിലുള്ള ചേഞ്ച് കാണാൻ പറ്റും. ആൻഡ് 4-4-2 ആ ഷിഫ്റ്റ് ആവശ്യമില്ല. കാരണം മറ്റ് ഫോർമേഷൻസ് ഉപയോഗിക്കുന്ന പല ടീമുകളുടെയും ഒരു ഡിഫൻസീവ് ഫോർമേഷനാണ് 4-4-2 ഓൾറെഡി. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ ഷിഫ്റ്റിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. 4-4-2 വെച്ച് അറ്റാക്ക് ചെയ്യാം, 4-4-2 വെച്ച് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്റ്റാർട്ടിംഗ് പൊസിഷനും ഡിഫൻസീവ് ട്രാൻസിഷൻ അല്ലെങ്കിൽ ഓപ്പൺ ടീം ബിൽഡപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡിഫൻസീവ് തേർഡ് ഈ സിറ്റുവേഷൻസിലെല്ലാം വലിയ രീതിയിൽ പ്ലേയേഴ്സിന്റെ പോസിഷനിലോ അവരുടെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലോ ചേഞ്ചസ് വരുന്നില്ല. ഇത് അൺനെസസറി ആയിട്ടുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാനും ഡിഫൻസിൽ ബാലൻസ് ഉണ്ട്, അതേസമയം ആ സംഭവം കൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും 4-4-2 തുറന്നെടുക്കുന്നുണ്ട്. പക്ഷേ ഇത് 4-3-3യുടെ കാര്യത്തിൽ ഡിഫറൻ്റ് ആണ്. അത് ഫസ്റ്റ് ഫേസിലേക്ക് വരുമ്പോൾ, ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ബിൽഡപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിലേക്ക് വരുമ്പോൾ അവിടെ 4-3-3 പല രീതിയിൽ ഷിഫ്റ്റ് ആവാറുണ്ട്. അവിടെ നമ്മുടെ കേസിലേക്ക് വരുമ്പോൾ നമ്മുടെ 4-3-3 പലപ്പോഴും 4-4-2ലേക്ക് ഷിഫ്റ്റ് ആവുന്നത് പോലെയാണ് കാണുന്നത്. ലോൺലി സ്ട്രൈക്കറായിട്ട് പെപ്പർ മാത്രമാണ് ഫ്രണ്ടിലുള്ളതെങ്കിലും ഓപ്പൺ ടീം ബിൽഡപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പെപ്പർക്കൊപ്പം ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അത് മിക്ക സിറ്റുവേഷനിലും ലൂണയാണ്. ലൂണ റൈറ്റ് വിങ്ങിൽ കളിച്ചിട്ടുള്ള ഒരു മാച്ച് ഉണ്ടായിരുന്നു. ബാക്കി 2 മാച്ചിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഡ്രോപ്പ് ചെയ്തിട്ടാണ് കളിച്ചത്. പക്ഷേ ഈ 2 സിറ്റുവേഷനിലും മെജോറിറ്റി ടൈമിലും പെപ്പർക്കൊപ്പം ജോയിൻ ചെയ്തത് ലൂണയാണ്. അങ്ങനെ ലൂണയും പെപ്പറയും ഫ്രണ്ട് ലൈൻ സെറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളവരിൽ നോവ, എയ്മൻ, ഈ 2 പേരാണ് ഇപ്പോൾ 3 മാച്ചുകളിൽ മെജോറിറ്റി ടൈമിലും വിങ്ങിൽ വന്നിട്ടുള്ളത്. ഈ 2 പേരും കുറച്ചൊന്നും ഇറങ്ങുന്നു. അതിൽ നോവ ഒരുപാട് ഇറങ്ങുന്നില്ല. എയ്മാൻ്റെ അത്രയും നോവ നമുക്ക് ഇവിടെ ഇറങ്ങുന്നില്ല. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അത് അറ്റാക്കിൽ ബ്ലാസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അത് പിന്നെ പറയാം. സോ ഇവിടെ ആ ഒരു ഫ്രണ്ടിൽ 2 പേരും അതുപോലെ തന്നെ നോവക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയുള്ള പൊസിഷനും മിഡിലേക്ക് നമ്മുടെ എയ്മൻ അല്ലെങ്കിൽ മറ്റേ വിങ്ങർ ജോയിൻ ചെയ്ത് ഇതാണ് മെജോറിറ്റി ടൈമിലും കാണുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് ഡിഫൻസീവ് മിഡ്, ഡിസ്ട്രോയർ ടൈപ്പ് ഓഫ് ഡിഫൻസീവ് മിഡ് നമ്മുടെ ടാക്ടിക്സിൽ ഉള്ളതുകൊണ്ട് ഒരു 4-1-3-2 പോലെ ഫ്രെഡി മാത്രം ആ ഒരു 4-man ഡിഫൻസിന് മുന്നിലായിട്ടും അദ്ദേഹത്തിന് മുന്നിലായിട്ട് നമ്മുടെ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറിനൊപ്പം 2 വിങ്ങേഴ്സ് നോവയും എയ്മനും ഇറങ്ങി നിന്നിട്ട് ഫ്രണ്ടിൽ പെപ്പറയും ലൂണയും ഉണ്ടാവും. ആ രീതിയിലുള്ള ഡിഫൻസീവ് ഷിഫ്റ്റിംഗ് കാണുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് എല്ലാം ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ലൂണയെ ഉപയോഗിച്ചുകൊണ്ടും പെപ്പറെ ഉപയോഗിച്ചുകൊണ്ടും നന്നായിട്ട് പ്രസ് ചെയ്യുന്നു. വിങ്ങിലേക്ക് വരുമ്പോൾ നോവയെ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ എയ്മനെ ഉപയോഗിച്ചുകൊണ്ടും പ്രസ് ചെയ്യുന്നു. ആൻഡ് മിഡിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു എക്സ്ട്രാ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറിനെയും അതുപോലെ തന്നെ ഈ വിങ്ങേഴ്സിനെ സെൻട്രലി ഉപയോഗിക്കുകയാണ്
ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിഡിലൂടെ വരുന്ന പന്തുകളും ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയെല്ലാം പന്ത് ഓപ്പണന്റ് ഹാഫിൽ വെച്ച് തന്നെ റിക്കവർ ചെയ്യാനാണ് പല സമയത്തും ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻഡിംഗിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയുള്ള മാച്ചുകളിൽ ശ്രമിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഫേസിലേക്ക് പോകാം, അത് ട്രാൻസിഷൻ ആണ്. ഇവിടെയാണ് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത്. ഈ സിറ്റുവേഷനിലും 4-4-2 വലിയ രീതിയിലുള്ള ചേഞ്ചസ് വരുന്നില്ല. കാരണം ഇവരുടെ വിങ്ങേഴ്സിനെ അമിതമായിട്ട് ഓവർലാപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ആ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറില്ല. 4-4-2 അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫ്രണ്ടിൽ 2 സ്ട്രൈക്കേഴ്സ് പ്ലസ് അവർക്കൊപ്പം വിങ്ങേഴ്സ് ഉണ്ടാവും. പക്ഷേ ഈ വിങ്ങേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് മുന്നോട്ട് കയറി പോകേണ്ട അല്ലെങ്കിൽ 4-3-3 വിങ്ങറിന്റെ അത്രയും അഡ്വാൻസ്ഡ് പോസിഷൻ അറ്റാക്കിങ്ങിൽ വരാറില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇറങ്ങി വരേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഓൾറെഡി ഉണ്ട്, അവരിറങ്ങി വരികയും ചെയ്യും. ഇനി ഒരു ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് പോകുകയാണെങ്കിൽ ഈ ഫുൾ ബാക്ക് കൂടി മുന്നോട്ട് കയറി പോകും. അവിടെ വരുമ്പോൾ 2 സെന്റർ ബാക്ക് അവർക്ക് ഫ്രണ്ടിലായിട്ട് ഈ ഡബിൾ പിവറ്റും പോസ്റ്റിലുണ്ടാവും. ഇവിടെ ഈ ഫോർമേഷൻ ഒരു ഡിഫൻസീവ് ട്രാൻസിഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് ആ ഒരു ഫോർമൻ ഡിഫൻസ് ഉണ്ടാവും, അവർക്ക് ഫ്രണ്ടിലായിട്ട് ആ ഡബിൾ പിവറ്റ് 2 പേര്, അങ്ങനെ 6 പേരുണ്ടാവും. ഒരു എഫക്റ്റീവ് കൗണ്ടർ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള ക്യുക്ക് കൗണ്ടർ ആണെങ്കിൽ ഈ ഫുൾ ബാക്ക് അപ്പുറത്തായിരിക്കും. അപ്പോൾ ഈ സെന്റർ ബാക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ 2 ഡബിൾ പിവറ്റ് അവർക്ക് കുറച്ചുകൂടി ഇറങ്ങി വരാൻ പാകത്തിന് അമിതമായിട്ട് അവർ മുന്നോട്ട് കയറി പോകില്ല, അവർക്കായിരിക്കും കുറച്ചുകൂടി പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റുക. ഈ 2 പേരുണ്ടാവും. വൈഡിലൂടെ അപ്പോഴും മുന്നേറ്റങ്ങൾ വരാം, അവിടെ സെന്റർ ബാക്ക് വൈഡിലേക്ക് പോയിട്ട് കവർ ചെയ്യും. അതേസമയം 4-3-3 വരുമ്പോൾ അവിടെ പല സമയത്തും അറ്റാക്കിലേക്ക് പോകുന്നത് ആ ഒരു ലോൺലി സ്ട്രൈക്കർ, 2 വിങ്ങർ, സെൻട്രൽ കളിക്കുന്ന 2 പേര്, ഇത്രയും പേരായിരിക്കും ഒരു മെജോറിറ്റി ടൈമിൽ മുന്നോട്ട് കയറി പോവുക. സോ ഇവിടെ ഡിഫൻസീവ് ട്രാൻസിഷനിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് ഒരു ലോൺലി DMF-നൊപ്പം ആ ഒരു ഫോർമൻ ഡിഫൻസ് ആണ്. ഇനി ഫുൾ ബാക്ക് കൂടി കയറിപ്പോയി കഴിഞ്ഞാൽ ആ 2 സെന്റർ ബാക്കിനൊപ്പം ആ ഒരു ഒറ്റ DMF. സോ ഇവിടെ ഡിഫൻസീവ് സ്റ്റെബിലിറ്റി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4-4-2 കുറച്ചധികം അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അവർക്ക് ആ 2 ഡബിൾ പിവറ്റ് കുറച്ചുകൂടി പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കും പോസ്റ്റിംഗിൽ ഉണ്ടാവുക. സോ അവർ 2 പേരും ഇറങ്ങി വരാം. പക്ഷേ ഇവിടെ ആ ഒരു DMF-ന് ഫ്രണ്ടിലായിട്ട് 2 ആ ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു AMF പ്ലസ് CMF വരുമ്പോൾ ആ ഡിസ്ട്രോയർ ആയിരിക്കും പെട്ടെന്ന് ഡിഫൻസിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കുക. സോ ഇവിടെ വരുന്ന ഏറ്റവും വലിയ ചലഞ്ചിങ് ആയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലോൺലി DMF ആണ്. അദ്ദേഹം ലോൺലി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അറ്റാക്ക് വരുന്ന സൈഡിലേക്ക് മാറേണ്ടതുണ്ട്, റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും അങ്ങനെ ഒരു സ്വിച്ചിങ് അദ്ദേഹത്തിന് നടത്തേണ്ടതുണ്ട്. സോ ഇവിടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറിന്റെ ഡ്രോപ്പിംഗ് ആണ്. ആ ഒരു പ്ലെയർ അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ എത്രയും പെട്ടെന്ന് ഡിഫൻസിലേക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട, ട്രാക്ക് ബാക്ക് ചെയ്യേണ്ട ആ ഒരു DMF-നോട് സപ്പോർട്ട് കൊടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട്. സോ ആ ഒരു സംഭവം നടന്നാൽ മാത്രമാണ് ഇവിടെ ലോൺലി DMF-ൻ്റെതായിട്ടുള്ള വീക്ക്നെസ്സുകൾ നമുക്ക് മറികടക്കാൻ സാധിക്കുക. പക്ഷേ ഇവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വിങ്ങിൽ വരുന്ന സ്പേസ് ആണ്. ഈ 4-4-2-ൻ്റെ 2 വിങ്ങറിന് കുറച്ചുകൂടി പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവിടെ കുറച്ചുകൂടി ഡിഫൻസീവ് ഡ്യൂട്ടീസ് ഈ വിങ്ങേഴ്സിനുണ്ട്, അതുകൊണ്ടാണ് അവർ ഇറങ്ങി വരുന്നത്. 4-3-3-യുടെ കാര്യം അതല്ല, നോവ ആണെങ്കിലും എയ്മൻ ആണെങ്കിലും ഓവറായിട്ട് നമ്മൾ ഡിഫൻസിൽ വന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ പ്രത്യേകിച്ച് നോവയുടെ കാര്യത്തിൽ വരാറില്ല. അത് നമുക്ക് പ്രശ്നമായിട്ട് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഓൾറെഡി ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിൽ വഴങ്ങിയ ഒരു ഗോൾ ഉണ്ട് പഞ്ചാബ് FC-ക്കെതിരെ. ആ ഗോൾ നമ്മൾ ആദ്യം കാണുമ്പോൾ ഹൈലൈൻ ഡിഫൻസ് കളിച്ചതിൻ്റെയും നമ്മുടെ സെൻറ്റർ ബാക്കിന്റെ പേസ് ഇതൊക്കെയാണ് ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. ആ ഒരു ഫസ്റ്റത്തെ ആംഗിൾ നോക്കുമ്പോഴും മിലോസ് ആണ് ഇവിടുത്തെ യഥാർത്ഥ കുറ്റക്കാരനെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ മറ്റൊരു ആംഗിൾ, റീപ്ലേയിൽ വന്ന മറ്റൊരു ആംഗിൾ ശ്രദ്ധിച്ചപ്പോഴാണ് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ ലൂക്ക മേസനാണ് ആ ഒരു പന്ത് കളക്ട് ചെയ്യുന്നത്. ലൂക്ക ആ ഒരു പന്ത് എടുക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിംഗ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നിൽക്കുന്നത് നമ്മുടെ ഫുൾ ബാക്ക് ആയിട്ടുള്ള എയ്ബൻ ദോഹ്ലിങ്ങിനൊപ്പമാണ്. ആൻഡ് ഇവിടെ ഒരു ലോങ് ബോൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്ബൻ ലൂക്കയെ ട്രാക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഡിലേ വരുന്നുണ്ട്. ആ ഡിലേ വരാനുള്ള കാരണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ലോങ് ബോൾ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലോങ് ബോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലെയർ പാസിന് ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു റൈറ്റ് സൈഡിൽ, ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് സൈഡിൽ ലൂക്ക ഇവാനൊപ്പം ഉണ്ട്. പക്ഷേ അതിന് കുറച്ചുകൂടി ഡ്രോപ്പ് ചെയ്തിട്ട് മറ്റൊരു പ്ലെയറിൻ്റെ സാന്നിധ്യമുണ്ട്, വിങ്ങറുടെ സാന്നിധ്യമുണ്ട്. ആൻഡ് ആ വിങ്ങറിനെ മാർക്ക് ചെയ്യാൻ നമ്മുടെ ആരും അവിടെ പ്രസന്റ് അല്ല എന്നും കാണുന്നുണ്ട്. ആൻഡ് മിഡിൽ ആ വിങ്ങേഴ്സിന്റെ ഡ്രോപ്പിംഗ് ആണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്. സോ ഈ സിറ്റുവേഷൻ എയ്ബൻ ആ ലോങ് ബോൾ കൊടുക്കുന്ന മൊമെന്റിൽ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. ഈ ലോങ് ബോൾ ലൂക്കയ്ക്കാണോ അതോ ആ വിങ്ങറിലേക്കാണോ? ആ കൺഫ്യൂഷൻ വരാനും അവിടെ ഒരു ഡിലേ ഉണ്ടാവാനുള്ള മെയിൻ കാരണം അവിടെ മറ്റൊരു പ്ലെയർ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രസന്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു ഡിലേ അവിടെ വരുന്നു. സോ ഈ സിറ്റുവേഷൻസിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരു 2v1 സിറ്റുവേഷൻ വിങ്ങിൽ അത് ഒരുപാട് സമയത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസസ് പ്രത്യേകിച്ചും ട്രാൻസിഷനിൽ വരുന്നു എന്നുള്ളതാണ്. സോ അവിടെ ഫുൾ ബാക്കിന് കുറച്ച് ഓവർ ഡ്യൂട്ടി, ചിലപ്പോൾ 2 പേര് അറ്റ് എ ഡേ മാർക്ക് ചെയ്യേണ്ടി വരും. ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസും ആ ഒരു പ്ലെയറിനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. സോ ഇവിടെ വിങ്ങിൽ വരുന്ന ആ ഒരു 2v1 സിറ്റുവേഷൻ അത് നമുക്കൊരു മെജോറിറ്റി ടൈമിലും 4-3-3 പ്രതീക്ഷിക്കാവുന്ന ഒരു ഡിഫൻസീവ് വീക്ക്നെസ് ആണ്. ഇനി ആ മൂന്നാമത്തെ കാറ്റഗറി ഡിഫൻസീവ് തേർഡിൽ വരുന്ന ആ ഒരു ഡിഫൻസീവ് മെത്തേഡ്സ്, അവിടേക്ക് വരുമ്പോൾ നമുക്ക് സിമിലാരിറ്റി ഫീൽ ചെയ്യും. കാരണം 4-4-2 വേണമെങ്കിൽ ഈ ഡിഫൻസീവ് തേർഡിലേക്ക് വരുമ്പോൾ അവിടെ വൺ ഓഫ് ദ സ്ട്രൈക്കർ കൂടി ഇറങ്ങി വന്ന ഒരു 4-5-1 രൂപപ്പെടുത്താം, അല്ലെങ്കിൽ 4-4-2 തന്നെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും. 4-3-3 വരുമ്പോൾ ഡിഫൻസീവ് തേർഡ് ആയതുകൊണ്ട് ഈ വിങ്ങേഴ്സിനെ ഇറങ്ങി വരാനുള്ള ടൈം കിട്ടും. അങ്ങനെ ആ വിങ്ങേഴ്സ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെയും 4-5-1 നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറൻ കപ്പ് മാച്ചസ്
ബ്ലാസ്റ്റേഴ്സ് കണ്ടപ്പോൾ ഒരു പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, പല ഡിഫൻസീവ് ട്രാൻസിഷൻ വരുമ്പോഴും എപ്പോഴല്ല ഒരു കൗണ്ടറിനുള്ള ഒരു സെറ്റപ്പ് ബ്ലാസ്റ്റേഴ്സ് ഡിഫെൻഡ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ ആദ്യമേ നോവയുടെ പോസ്റ്റിനെ പറ്റി സംസാരിച്ചത്. നോവ അധികം ഡ്രോപ്പ് ചെയ്യാത്തതിനുള്ള കാരണം, ചില സിറ്റുവേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോവ, ലൂണ, പെപ്ര ഈ 3 പേര് അധികമായിട്ട് ഇറങ്ങി വരാത്തത് കാണാൻ സാധിക്കും. ഈ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഡിഫൻസീവ് തേർഡിൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ വേണമെങ്കിൽ ഈ 3 പേർക്ക് ഇറങ്ങി വരാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നോക്കെങ്കിലും ഈ ഒരു സമയത്ത് ഇറങ്ങി വരാൻ സാധിക്കും. പക്ഷേ ഈ 3 പേരും ആ ഫ്രെയിമിൽ പോലും നമ്മൾ കാണുന്നില്ല. ഇതേ സംഭവം തന്നെ പല സിറ്റുവേഷനിലും ഓപ്പൺ ടീം ബിൽഡപ്പ് ചെയ്ത് ഓപ്പൺ ഹാഫിലേക്ക് എത്തുമ്പോൾ ഈ 3 പേര് ലൂണ, നോവ, പെപ്ര ഇവർ ഇറങ്ങി പോവാത്തൊരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. സോ വൺ ഓഫ് ദ വിങ്ങർ നോവ അഡ്വാൻസ് ചെയ്ത് നിൽക്കുമ്പോൾ അപ്പുറത്തെ വിങ്ങർ എയ്മനാണ് മിഡിനൊപ്പം ചേർന്ന് മിഡിൽ 3 പേരായി മാറുന്നത്. സോ ഇവിടെ ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം കൗണ്ടറിനുള്ള സെറ്റപ്പ് തന്നെയാണ്. ഇവിടെ ബ്ലാസ്റ്റേഴ്സ് ആ പന്ത് ഇന്റർസെപ്റ്റ് ചെയ്ത് അറ്റാക്കിലേക്ക് ഒരു പാസ് കൊടുക്കുമ്പോൾ ഈ 3 പേരെ കൃത്യമായിട്ട് തന്നെ ആ ഒരു ഡിഫൻസിൽ നിന്ന് കുറച്ചധികം ഡിറ്റാച്ച്ഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവരിലേക്ക് പന്ത് എത്തുമ്പോൾ തന്നെ 3 പേരുണ്ട്, സെൻട്രൽ ഒരാളുണ്ട്, വൈഡിൽ 2 പേരുണ്ട്. ഈസി ആയിട്ട് ഒരു പാസ് കളിക്കാനും ഓപ്പൺ ടീമിന്റെ ഫുൾ ബാക്സും അല്ലെങ്കിൽ ഓപ്പൺ ടീം കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ കൗണ്ടർ ചെയ്യാനുള്ള പോസിബിലിറ്റി നല്ല രീതിയിലുണ്ട്. ഈ സംഭവം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പെപ്പറുടെ ഒരു പാസ് നോവ ബോക്സിനകത്ത് വരെ എത്തുന്ന ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു സംഭവം ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസിഷൻ പ്ലസ് ആ ഒരു ഡിഫൻസീവ് തേർഡ് സിറ്റുവേഷൻസിൽ കാണുന്ന ഒരു കാര്യമാണ് കൗണ്ടറിനുള്ള സെറ്റപ്പ്. അവിടെയും നോവയ്ക്ക് അധികമായിട്ട് ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു ചുമതല കൊടുക്കാതെ വൺ ഓഫ് ദ വിങ്ങറിന് മാത്രം, നോവയ്ക്കൊപ്പം കളിക്കുന്ന മറ്റേ വിങ്ങറിന് മാത്രം മിഡിൽ ജോയിൻ ചെയ്യാനും ആ ഒരു എംഎഫും അതുപോലെ തന്നെ ആ ഒരു സ്ട്രൈക്കറും ഫ്രണ്ടിൽ നിന്നിട്ട് കൗണ്ടറിനുള്ള സെറ്റപ്പ് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ ഡിഫൻസീവ് തേർഡിൽ ബ്ലാസ്റ്റേഴ്സ് ഡിഫെൻഡിങ്ങിൽ ആ ഒരു കൗണ്ടർ ചെയ്യുന്ന ഒരു സംഭവമായിട്ട് കണ്ടതാണ്. പക്ഷേ ഈ ഒരു സംഭവം എല്ലാ സിറ്റുവേഷൻസിലും ട്രൈ ചെയ്യാൻ പറ്റുന്നതോ എല്ലാ സിറ്റുവേഷൻസിലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ചില സമയത്ത് നമ്മൾ പെപ്ര ഉൾപ്പെടെ ആ ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ 10 പേരെയും ആ ഒരു ഹാഫിൽ കാണുന്നുണ്ട്, ഓൺ ഹാഫിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കാണുന്നുണ്ട്. പക്ഷെ അവിടെ പന്ത് റിക്കവർ ചെയ്യുമ്പോൾ അവിടെ കൗണ്ടറിനുള്ള ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ് ആ ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നത്. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻസീവ്ലി ഈ പറഞ്ഞ പോലെ ട്രാൻസിഷൻ വിങ്ങേഴ്സിന്റെയും അതുപോലെ തന്നെ ഒരു ബോക്സ് മിഡ്ഫീൽഡറിന്റെയും ഇറങ്ങി വരവ്, അതുപോലെ തന്നെ വിങ്ങിൽ വരുന്ന സ്പേസ്, ആ ഒരു ലോൺലി DMFിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഹൈലൈൻ കളിക്കുമ്പോൾ ബാക്കിൽ വരുന്ന സ്പേസ്, ഇതെല്ലാമാണ് ഡിഫൻസീവ്ലി ബ്ലാസ്റ്റേഴ്സ് 4-3-3 കളിക്കുമ്പോൾ നേരിടാൻ ചാൻസസ് ഉള്ള പ്രധാനപ്പെട്ട ഡിഫൻസീവ് ചാലഞ്ചസ് ആയിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ എന്തായാലും നേരത്തെ പറഞ്ഞ കൊയ്ഫ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തിന്റെ ആ ഒരു സ്ട്രെങ്ത് നമ്മുടെ ഡിഫൻസിൽ കുറച്ചധികം ഡിഫറൻസസ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. സ്ട്രോങ്ങർ ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ ഡിഫൻസിൽ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ, പ്രസിംഗ് എങ്ങനെയാണ്, ഡിഫെൻഡിങ് മെത്തേഡ്സ് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചേക്കും. അതെല്ലാം നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിലവിലെ അവസ്ഥയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് പെർഫോമൻസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.